10 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ആവശ്യമെങ്കിൽ ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണെന്നാണ് പാർട്ടി നിലപാട്. എന്നാൽ ചർച്ചകളിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് നേതൃത്വത്തോട് ഉന്നതാധികാര സമിതി യോഗം ആവശ്യപ്പെട്ടു. കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി യോഗമാണ് സീറ്റുകളുടെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റുകളാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിന്നിംഗ് സാധ്യത, അതായത് വിജയ സാധ്യത കുറവുള്ള സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള പല നീക്കങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അത് നേരത്തെ മുതൽ തുടങ്ങിയതാണ്. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നതാണ് കേരള കോൺഗ്രസ് എം യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. പല സീറ്റുകളും ഒരുപക്ഷെ വിജയ സാധ്യത നോക്കി അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചു മാറുന്നതിൽ തെറ്റില്ല. വിജയസാധ്യത മാത്രമാണ് പരിഗണിക്കുന്നതെന്നാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി ചെയർമാൻ PJ ജോസഫ് വ്യക്തമാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങണം. അതിലിപ്പോൾ ഈ സീറ്റ് ചർച്ചയെ പറ്റിയ പത്രങ്ങളിലും മീഡിയയിൽ വരുന്ന വാർത്തകൾ ഒന്നും അടിസ്ഥാനമുള്ളതല്ല. അതൊക്കെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള പൊതുവൊരു പരാമർശമല്ലാതെ മറ്റുള്ളൊരു കാര്യങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം. ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ മത്സരിച്ച ഭൂരിഭാഗം സീറ്റുകളിലും ജോസഫ് ഗ്രൂപ്പ് തോറ്റു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പക്ഷേ ഇപ്പുറത്ത് കോൺഗ്രസിന്റെ കാര്യം നോക്കിയാലും ഏതാണ്ട് കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ അതിൽ 20% സീറ്റുകളിൽ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ 20% സീറ്റിൽ ജോസഫ് ഗ്രൂപ്പും ജയിച്ചിട്ടുണ്ട് എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും ആദ്യം സംസാരിച്ചത് PC തോമസ് ആയിരുന്നു. എന്തായാലും നേതാക്കളുടെ ഏതാണ്ട് ഒരേ അഭിപ്രായം ഇതാണ്. തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടക്കാനിരിക്കെ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമായി കൂടി ഈ യോഗം മാറും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.